അമ്മയ്ക്ക് വയ്യാത്ത ഒരു ലോട്ടറി എടുക്കണം ചേച്ചി. അമ്മയ്ക്ക് വയ്യായിരിക്കും ഒരു ലോട്ടറി എടുക്കണം. ഇതിനകത്ത് മൊത്തം അമ്മയുടെ ഗുളികയാണ്. കൊണ്ട് നടക്കുവോ ഗുളിക? വേണ്ട, ഈ ഗുളിക ഇന്നലെ 20 എണ്ണം മേടിച്ച് കൊടുത്തയാ. ഇത് വേറെ ഗുളികയാ. ഇന്നലെ 5 എണ്ണം കഴിച്ച്. ഇന്ന് ഇനി എത്ര കഴിച്ചെന്ന് ഗുളിക എണ്ണി വയ്ക്കാൻ അറിയാം. സത്യമായിട്ട് ആണെങ്കിൽ ഇനി വിടത്തില്ല. അവന്റെ അച്ഛൻ പിണങ്ങിയിട്ട് പോയതാ. അവനൊരു അനിയത്തിയുണ്ട്. ഇപ്പോഴുള്ള തലമുറയൊക്കെ കണ്ടു പഠിക്കണം ഈ ഒരു പൊന്നു മോനെ. സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത്. എന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓപ്പറേഷൻ നടത്തും. ആരെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ സഹായിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് പപ്പയില്ല, അമ്മ മാത്രമേ എനിക്കിപ്പോ ഉള്ളു. എന്റെ അമ്മ നഷ്ടപ്പെട്ട് എനിക്ക് വേറെ ആരുമില്ല. പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറിയപ്പോഴാണ് ഈ ഒരു മോനെ കണ്ടത്. ഇവന്റെ പേര് എബിൻ എന്നാണ് അല്ലേ. മോനെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവന്റെ കയ്യിൽ കുറേ ലോട്ടറി ഉണ്ട്. കാരണം അവന്റെ അമ്മ കഴിഞ്ഞ കുറേ നാളുകളായി കിടപ്പിലാണ്. ചികിത്സിക്കാൻ പൈസയില്ല. ഇവന് 2 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. മോനും ഉണ്ട്, അനിയത്തിയുണ്ട്. ഈ മോൻ ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അമ്മയെ ചികിത്സിക്കുന്നതും ഇവരുടെ പഠനകാര്യങ്ങളൊക്കെ നടക്കുന്നത്, നിത്യചെലവുകളെല്ലാം നടക്കുന്നത്. ഇതെന്റെ അമ്മയാങ്കിളെ. അമ്മയ്ക്ക് വയ്യായിരിക്കുക. ഇപ്പൊ ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. 7 ലക്ഷം രൂപ വേണം. അതിൽ വയറ്റിൽ മുഴയാത്. ഒരു നേരത്തെ അരിയില്ലാത്ത അവസ്ഥയായി. ഇപ്പം റേഷനരി ഉണ്ടായോണ്ട് വീട് കഴിഞ്ഞു പോകുന്നു. ഭർത്താവ് മോളുടെ 3ാം മാസം കളഞ്ഞിട്ട് പോയതാ. 1000 രൂപയുടെ ടിക്കറ്റ് വിൽക്കുമ്പോൾ 200 രൂപ കിട്ടും. അതുകൊണ്ട് എൻ്റെ മരുന്ന് വെടുപ്പും കെട്ടുകണക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യരില്ല എന്നെ സഹായിക്കും. ഇവന് സൈക്കിളില്ലാഞ്ഞിട്ട് കുറേ വർഷം മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ കൊടുത്തതാണ്. ഇതും ഏകദേശം പന്നലായിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു സൈക്കിൾ കിട്ടിയ മോന് ലോട്ടറി വിൽക്കാനൊക്കെ പോകാനും സൗകര്യമായിരുന്നേ. 200 രൂപയാണ് ഒരു ദിവസം 30 ലോട്ടറി വിറ്റ് അവന് കിട്ടുന്നത്. ആ തുക സമാഹരിക്കുകയാണ് അമ്മയുടെ ഓപ്പറേഷനായിട്ട്. വേറെ സഹായിക്കാൻ ആരുമില്ല. പറഞ്ഞ് ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ, അഭിമാനമാണ്.